അല്ലാ അന്നത്തെ ദിവസത്തെ കഥയൊന്നും പറയണ്ട. ഞാനും ഇക്കും കുറേ ചിരിച്ചുട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് ഗ്രൂപ്പിൽ പഞ്ചായത്തിൻ്റെ വാർഡ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ കണ്ടത് 20 തൈ ആളുമ്മ വെച്ചിട്ട് പച്ചക്കറി തൈയാൾ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഞാനും ഇക്ക് ഇവിടെ ഉണ്ടായിന് കുമ്പളങ്ങൊക്കെ വെട്ടി ഒഴിവാക്കി കാടൊക്കെ വെട്ടിയിട്ട് പുതിയത് വെച്ച് പിടിപ്പിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. നേരം വെളുത്ത് രണ്ടാളും കത്തിയും കൈക്കോട്ടൊക്കെ എടുത്തുങ്ങാണ്ട് ഇവിടെ എല്ലാം കാടൊക്കെ ഒഴിവാക്കി. 20 കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നിലും വെക്കാം കുറച്ച് ഇതിലേയും വെക്കാം ഒക്കെ പറഞ്ഞങ്ങാണ്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഫുള്ള് വെട്ടി തെളിച്ച് സെറ്റായി അയിമുണ്ടായിരുന്ന കുഴമ്പുളിയും അതേപോലെ ബുഷ് ഓറഞ്ചൊക്കെ പറിച്ച് അതുകൊണ്ടൊരു ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ടോ. ക്ഷീണം വന്നതല്ലേ, കാടൊക്കെ കുറേ വെട്ടിയതല്ലേ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വേഗം പഞ്ചായത്തേക്ക് പോകാൻ. നേരം വൈകിയാൽ കിട്ടൂല പറഞ്ഞു. 10:30 ആയിരുന്നു ടൈം പറഞ്ഞതിന്. ഞങ്ങൾ 11 മണിയായപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. രസം എന്താണെന്ന് വെച്ചാൽ തൈ പോയിട്ട് തയ്യമെന്ന് ചാടിയ മണ്ണും കൂടിയും കാണാൻ കിട്ടിയില്ല കേട്ടോ. ഒക്കെ അപ്പോത്തിന് കഴിഞ്ഞതിന് 4000 തൈയൊക്കെ ഉണ്ട് പറഞ്ഞതിന്. ആളും 20 വെച്ച് അത്ര എളുപ്പം അതൊക്കെ കഴിഞ്ഞോ എന്നുള്ളതാണ് എനിക്കറിയാത്തത്. മേലാറ്റൂര് നമ്മളെ വാർഡിൽ ഇത്രത്തോളം കർഷകരുണ്ട് എന്നുള്ളത് അന്നാ ഞാൻ തിരിച്ചറിഞ്ഞു. കൃഷി ആർക്കും വേണ്ട, കൃഷിനാരും സപ്പോർട്ട് ചെയ്യണില്ല എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും വായിച്ചും പറയൊക്കെ കേട്ടിക്കണം. അതൊക്കെ വെറുതെ ആണെന്ന് മനസ്സിലായി. ഭാഗ്യത്തിന് പോയപ്പോത്തിന് ചോറും കൂട്ടാനൊക്കെ വെച്ചിനി. ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല കേട്ടോ. കാട് വെട്ടിയപ്പോൾ കരിയേപ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് വെട്ടി തറവാട്ടൊക്കെ കൊടുത്തിന് കേട്ടോ. രണ്ടാളും ചോറൊക്കെ വെച്ച് ഞാൻ നല്ലൊരു ഉറക്കം ഇറങ്ങി. പിന്നെ അപ്പൂസ് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. അപ്പൂസിന് ദോശ വേണം പറഞ്ഞപ്പോൾ ആ ഉറക്കത്തിൻ്റെ മഹലിൽ നിന്നുങ്ങാണ്ടാണ് ഞാൻ ദോശ ചുടുന്നത് കേട്ടോ. ആകെ ഒരു മന്ദപ്പുണ്ട്, എന്നാലും നല്ല സുഖമായിട്ട് ഉറങ്ങിട്ടോ. ദോശയൊക്കെ ഇക്ക കൊടുക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അപ്പൂസ് ഇക്കും ദോശയൊക്കെ കഴിക്കാം കേട്ടോ. എന്നാൽ ഇപ്പം തന്നെയാണ് ഫുഡ് കഴിച്ചോളൂ, എന്നാൽ നേരത്തെ കഴിച്ചാൽ നമുക്ക് നേരത്തെ കിടക്കാമല്ലോ എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഓരോ അതൊക്കെ സെറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിട്ടോ. എനിക്ക് ആ ഉറക്കത്തിൻ്റെ ആ ഒരു മന്ദപ്പ് വിട്ടിട്ടില്ല. ഒരു കമ്പൊക്കെ പുഴുങ്ങി അതൊക്കെ കഴിച്ചിട്ടോ. അലക്കാല്ലതൊക്കെ അലക്കിടുകയും ചെയ്ത്. ഇന്ന് ഫുൾ ഡേ ഇക്ക ഇവിടെ ഉണ്ടായതുകൊണ്ട് അപ്പൂസ് നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പൂസ് ഇക്ക് നല്ല കളിയായിരുന്നു. പിന്നെ അത് ആ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് ഇനി വൈകുന്നേരം പ്രത്യേകിച്ച് ഫുഡൊന്നും വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം കിടക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.